അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. 7:41 ആയി. ഡെലിവറി കഴിഞ്ഞ് മോൻ വന്നതും എന്റെ ബോധം പോയത് ഒരുമിച്ചായിരുന്നു കേട്ടോ. ആള് കുട്ടപ്പനായി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് വന്നെങ്കിലും കണ്ണു പോലും തുറക്കാൻ കഴിയാത്ത കാരണം എനിക്ക് മോന്റെ മുഖം പോലും ശരിക്കും കാണാൻ പറ്റിയില്ല. എന്റെ അടുത്ത് കിടന്ന് കിടത്തിയപ്പോ ബോധമില്ലാത്ത മോനാന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ തന്നെ കുറെ തട്ടി. കുറച്ചു നേരം പാവ നഴ്സിന് തട്ടിക്കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവർക്കും കാണാനും എടുക്കാനൊക്കെ വേണ്ടിട്ട് മോനെ പുറത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. എല്ലാരും ചെയ്യുമ്പോൾ നല്ല ബിജിഎമ്മും സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ആയിരുന്നല്ലേ ഇത്. പക്ഷെ എനിക്ക് എന്താ ഇവരുടെ സംസാരം ഒന്നും കളയാൻ തോന്നിയില്ല കേട്ടോ. അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോ കുറെ പേര് പറഞ്ഞില്ലേ എനിക്ക് ഡേറ്റ് എഴുതി തെറ്റിപ്പോയി, December 9th ആണ്, August 9th അല്ലാന്ന്. പക്ഷെ എനിക്കത് തെറ്റിയതല്ല കേട്ടോ. ഈ സീരീസിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ ഇടുന്ന ദിവസമല്ല, ഈ വീഡിയോ എടുത്ത ദിവസമാണ് നമ്മൾ ഡെലിവറിക്ക് പോയതെന്ന്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള മുത്തശ്ശിയുടെ റിയാക്ഷൻ വീഡിയോ വൈറലായപ്പോഴാണ് എന്തുകൊണ്ട് എന്റെ കയ്യിലുള്ള ക്ലിപ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു സീരീസ് തന്നെ ഇട്ടൂടാന്ന് ഞാൻ ആലോചിച്ചത്. ഇടയ്ക്ക് എനിക്ക് തോന്നും കുറച്ചുകൂടെ ക്ലിപ്സ് ഉണ്ടെങ്കിൽ എത്ര നന്നായേനെന്ന്. പക്ഷെ ഇത്രയെങ്കിലും ഉള്ളത് ഭാഗ്യമായില്ലേ. ഈ പ്രസവത്തിന് പോയ ബോധം തിരിച്ചു കിട്ടുന്നതിന് മുമ്പേ അടുത്ത പ്രസവത്തിന് ഇത്ര വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണം എന്റെ വല്യമ്മ. ഞാനിപ്പോ അതൊന്നും അല്ലട്ടോ ആലോചിക്കണേ. ഇതാണ് അച്ഛമ്മ പറഞ്ഞ ഒറ്റ വേദന. നടുവിന് വെട്ട് കിട്ടും പോലെ എന്ന് പറഞ്ഞ മാത്രം കറക്റ്റായി. ഒരൊറ്റ വെട്ടല്ല കേട്ടോ, 1000 വെട്ട്.